ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 12 മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. മുട്ടയിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൗഡറും കൂടി ചേർത്ത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കേക്കിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഇവിടെ 12 ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ അളവ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവും പഞ്ചസാരയുടെ അളവും ഒന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ കുറച്ചായിട്ട് ബിസ്ക്കറ്റിൻ്റെ നമ്മൾ ആ പൊടിച്ചു വെച്ച മിക്സ് ഇട്ട് ആ ഒരു ബാറ്ററിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പം ആ ഒരു ടൈപ്പിലുള്ള ഏത് ബിസ്ക്കറ്റിലും നമുക്കിത് പാർലേജിയുടെ ബിസ്ക്കറ്റോ ഏത് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പി സെയിം ടേസ്റ്റിൽ തന്നെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാറ്റർ തിക്കായതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കേക്കിൻ്റെ ബാറ്ററിനേക്കാൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിലാണ് നമ്മൾ ഇതാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് കേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ദോശയുടെ തവ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ തൂത്ത് കൊടുത്തിട്ട് അതിലേക്കൊരു ബട്ടർ പേപ്പറോട് വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് 2-3 വട്ടം പാത്രം ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ അതിലുള്ള എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടും. 45 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് കേക്ക് റെഡി ആയി കിട്ടും. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല, ഉള്ളൊക്കെ നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ കേക്കുകളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ എല്ലാവരും കൊച്ചു കുട്ടികൾക്കൊക്കെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റും മാരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും ഒക്കെ അല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കേക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം അവരും കഴിച്ചോളും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമൊക്കെ വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, നോർമലായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം കൂടെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പം വീഡിയോസ് ഇടുമ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.